ഹൈസ്കൂൾ മാനേജേഴ്സ്, ദിസ് ഈസ് സുഭാഷ് അമ്പാടി. നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ചില സ്കൂളുകൾ ഗംഭീര സ്കൂളുകളായിരിക്കും, നല്ല അഡ്മിഷൻ ഉണ്ടായിരിക്കും, ഒരു നല്ല ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിരിക്കും, അവിടെ രക്ഷിതാക്കൾ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും, ഫാക്കൽറ്റീസ് ഒക്കെ ഗംഭീര ഫാക്കൽറ്റീസ് ആയിരിക്കും, ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്നുള്ള ചിന്തിച്ചിട്ടുണ്ടോ? അത് വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമാണ്. ഒരു ജില്ലയിൽ ചിലപ്പോൾ 10, 20, 30 സ്കൂളുകൾ മാത്രമായിരിക്കും. ആയിരക്കണക്കിന് സ്കൂളുകൾക്കിടയിൽ മികച്ച സൗകര്യങ്ങളോടുകൂടി വേർത്ത് നിൽക്കുന്ന സ്കൂളുകൾക്ക് എണ്ണം കുറവായിരിക്കും. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത്തരം സ്കൂളുകളിലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും വെൽ ട്രെയിൻഡ് ആയിരിക്കും. അവർക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ടായിരിക്കും. അവർ നിരന്തരം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അവരെങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളുകളായിരിക്കും. അവരെ പലതരത്തിലുള്ള പരിശീലനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ലെവലിലുള്ള പരിശീലനങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്കൂൾ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര പരിശീലന പരിപാടി ജനുവരി 28, 29 തീയതികളിൽ ഷൊർണൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. സ്ട്രാറ്റജിക്സ് 25 എന്ന പേരിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പരിശീലകരെ പങ്കെടുക്കുന്നു. 2 ദിവസ പ്രോഗ്രാമാണ്. അതിനകത്ത് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പരിശീലകര് നേതൃത്വം നൽകുന്ന പരിശീലന പരിപാടികളിൽ ഞാനും പരിശീലകന്റെ റോളിൽ എത്തുന്നത്. സ്കൂൾ മാനേജ്മെന്റ് ലെവലിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു പരിശീലനമായിരിക്കും അതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ സ്കൂളിനെ ഏറ്റവും മികച്ചൊരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക.